വേടനെക്കുറിച്ചാണ്. എല്ലാത്തരം വേട്ടയാടലുകളെയും മറികടന്നുകൊണ്ട് വേടൻ അദ്ദേഹത്തിൻ്റെ പണി ഗംഭീരമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി ഷോകളുണ്ട്, ആളുകൾ വല്ലാതെ കൂടുന്നുണ്ട്. പക്ഷേ വേടൻ പറയുന്നു ഇപ്പോഴും തനിക്കെതിരെ ചില പ്രൊഫൈലുകളിൽ നിന്ന്, പ്രത്യേകിച്ചും സംഘ് പ്രൊഫൈലുകളിൽ നിന്നുള്ള ആക്രമണം രൂക്ഷമായി തുടരുന്ന ഒരു കാഴ്ചയുണ്ട്. ഇന്നലെ ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള തോൽ തിരുമാളവൻ MP-യോട് അദ്ദേഹം ഫോണിൽ സംസാരിക്കുമ്പോഴും പറയുന്നുണ്ട് വലിയ തോതിലുള്ള വേട്ടയാടലുകൾ ഇപ്പോഴുമുണ്ട്. പക്ഷെ അതിനെയൊന്നും മാനിക്കാതെ ഇപ്പോൾ ഉള്ള വഴിയിലൂടെ ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ MP അദ്ദേഹത്തോട് പറയുന്നൊക്കെ നമ്മൾ കാണുകയാണ്. അപ്പം കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് നടന്ന പരിപാടി കഴിഞ്ഞ് അദ്ദേഹം വേദിയിൽ നിന്ന് പുറത്തിറങ്ങാനിരിക്കെ ഒരു പർദ്ദയിട്ട ഒരു മുസ്ലിം സ്ത്രീ വേദിയിലെത്തി ഇദ്ദേഹത്തിനൊരു സമ്മാനം കൊടുക്കുന്ന മനോഹരമായൊരു കാഴ്ച കണ്ടു. ഈ മുസ്ലിം സ്ത്രീയുടെ വീട്ടിൽ ഇവരുടെ അമ്മ കുറച്ചു കാലം കഴിഞ്ഞിരുന്നു. അന്നത്തെ ഓർമ്മയ്ക്കായി ഒരു പടം എടുത്തു വെച്ചിരുന്നു. ആ പടം ഒരു ഗിഫ്റ്റായി അവർ കൊടുക്കുകയാണ് ചെയ്തത്. ആ പടത്തിന് താഴെ, ആ വാർത്തയ്ക്ക് താഴെയും ഇവർ രണ്ടുപേരെയും വെച്ച് വളരെ മോശം അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ടുള്ള കമൻറ്റുകളൊക്കെ കാണുകയാണ്. അപ്പോൾ വേടനെ ഇപ്പോഴും ഇത്തരം പ്രൊഫൈലുകൾ വിട്ടിട്ടില്ല. പക്ഷേ വേടൻ അതൊന്നും കാര്യമാക്കുന്നില്ല എന്ന കാഴ്ച കൂടി നമ്മൾ കാണുകയാണ്. അപ്പോൾ അത് സംസാരിക്കണം അവസാനമായി. നിഷാദ്, വേടനെ പക്ഷേ അത് കാര്യമാക്കുന്നില്ല ഇത്തരം വേട്ടയാടലുകളൊന്നും. പക്ഷേ വേടനെതിരെയുള്ള ഈ ആക്രമണങ്ങളൊക്കെ ഇപ്പോഴും തുടരുമ്പോഴും വേടന് വേണ്ട എല്ലാവിധ പിന്തുണയും സമൂഹം കൊടുക്കുന്നില്ല എന്നൊരു തോന്നലുണ്ടോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. വേടനെ, അതായത് സംഘപരിവാറിനെതിരായി നിൽക്കുന്ന മനുഷ്യർ, സംഘപരിവാരം നമ്മുടെ നാട് നശിപ്പിക്കുകയാണ് എന്ന് ആത്മാർത്ഥമായി കണിസാനുള്ള ആൾക്കാരുണ്ടല്ലോ, അവർ വളരെ ഹോപ്പ്ഫുള്ളായിട്ട് തന്നെയാണ് ഈ സാഹചര്യത്തെ കാണുന്നതും വേടനെ കാണുന്നതുമെല്ലാം. വേടൻ്റെ പാട്ടുകൾ കേൾക്കാത്ത, വേടനോട് ഇഷ്ടമില്ലാത്ത, വേടൻ്റെ പാട്ടുകളോട് ഇഷ്ടമില്ലാത്ത, വേടൻ്റെ പാട്ടുകളോട് ടേസ്റ്റ് ഇപ്പോഴും ജെല്ലാവാത്ത ആൾക്കാർ ഒരുപാട് പേർ വേടനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. കാരണം എന്താണ്? വേടൻ ഒരു പ്രതിരോധം ഉയർത്തുന്നു എന്നവർ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നതുകൊണ്ടാണ്. സംഘപരിവാർ എല്ലാ തരത്തിലും ആളുകൾക്കിടയിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആ ഒരു തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ കൊണ്ട് മാത്രമല്ല, മറിച്ച് പലതരത്തിൽ ഇപ്പോൾ യൂട്യൂബ് ചാനലുകൾക്കകത്ത് പറയുന്ന വെറുപ്പ്, അല്ലെങ്കിൽ പലതരത്തിൽ കൊണ്ടുവരുന്ന സംവരണ വിരുദ്ധത, പലതരം ആശയങ്ങൾ കൊണ്ട് സംഘപരിവാർ നമ്മുടെ സാമൂഹ്യ തലത്തിൽ ഇങ്ങനെ പിടിമുറുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനെതിരായിട്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള പ്രതിരോധം ആരെങ്കിലും ഉയർത്തുന്നുണ്ടോ? അതിനെതിരാണെന്ന് പറയുന്ന ആളുകളെ നമ്മൾ എല്ലായിടത്തും കാണുന്നുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എടുത്താൽ പോലും അവർ അതിനെതിരാണെന്ന് പറയുന്നവരാണ്. കോൺഗ്രസിനെ എടുക്കാം, കോൺഗ്രസ് അതിനെതിരാണെന്ന് പറയുന്നവരാണ്. പക്ഷേ അതിൻ്റെ ഒരു പടർച്ചയെ ഫലപ്രദമായി തടയാൻ എവിടെയാണ് അതിൻ്റെ മർമ്മം, എവിടെയാണ് അതിന് ബ്ലോക്കുകൾ ഉണ്ടാക്കേണ്ടതെന്ന കാര്യത്തിൽ കൃത്യമായി പഠിച്ച് തടസ്സങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന എത്ര പേരെ കാണുന്നുണ്ട്? ഇവിടെ കേരളത്തിൽ പോലും കഴിയുന്നില്ല. കേരളത്തിൽ ഒരു മതനിരപേക്ഷ സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഭരിക്കുന്ന ഒരു നാട്ടിൽ പോലും ശരിയായ പ്രതിരോധം സംഭവിക്കുന്നില്ല. കോൺഗ്രസ് രാജ്യമൊട്ടാകെ RSSൻ്റെ വെറുപ്പിനെതിരായി സഞ്ചരിക്കും പോലും RSSൻ്റെ ഈ സാംസ്കാരികമായ കടന്നുവരവിനെ, സാമൂഹ്യ ശരീരത്തിലേക്ക് പടർന്നു കയറ്റത്തെ തടയാൻ അതിന് പെർഫെക്റ്റായിട്ടുള്ള ആക്ഷൻ പ്ലാൻസ് ഇല്ല, പറ്റുന്നുമില്ല. അതിന് ഏതൊക്കെ വഴികൾ സ്വീകരിക്കണമെന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ വന്നിട്ട് RSSൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ സംഗതി, ഈ രാജ്യത്തെ മനുഷ്യർ, ഇതൊരു ജാതീയമായ ഉച്ചനീചത്വങ്ങളുടെ നാടായിരിക്കെ തന്നെ അതിനെയെല്ലാം കവറപ്പ് ചെയ്തതിന് മേൽ കൂടെ നമ്മളെല്ലാവരും ഒറ്റ ഹിന്ദുക്കൾ, നമുക്കൊരൊറ്റ ശത്രു മാത്രമേ ഉള്ളൂ, വൈദേശികരായി വന്ന ആളുകൾ, അവരെ നാം പുറത്താക്കണം എന്ന് പറയുന്ന ഒരു ഐഡിയോളജിയിലാണ് അത് നിൽക്കുന്നത്. അതേസമയം നമ്മളെല്ലാവരും ഒറ്റ നിലയ്ക്ക് ഹിന്ദുക്കളാണോ, നമുക്കെല്ലാവർക്കും തുല്യതയുണ്ടോ, നമ്മളെല്ലാവരും സമന്മാരാണോ എന്ന ചോദ്യം, അതിനകത്തു നിന്നും മൗലികമായ ചോദ്യം ഉയർന്നു വരുന്ന ഘട്ടത്തിൽ ഈ ആശയം പൊളിയും. അവിടെയാണ് വേടൻ ഹിറ്റ് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, അല്ലാതെ നരേന്ദ്രമോദി അഴിമതിക്കാരനാണ്, അല്ലെങ്കിൽ നരേന്ദ്രമോദി രാജ്യത്തിൻ്റെ സുരക്ഷയെ ഉറപ്പാക്കിയില്ല, അല്ലെങ്കിൽ RSS അക്രമി സംഘമാണ്, ഇങ്ങനെയല്ല. മറിച്ച് നമ്മളെല്ലാവരും ഹിന്ദുക്കൾ, നമ്മൾ ഒറ്റപ്പെടുത്തേണ്ടത് അവരെ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഹിന്ദുത്വയുടെ ഐഡിയോളജിയുടെ അടിയിലാണ് തികച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരും ഹിന്ദുക്കളാണോ സാർ? ആണെങ്കിൽ ഞങ്ങൾക്കും നിങ്ങൾക്കും ഒരേപോലെയുള്ള ആനുകൂല്യങ്ങളും അർഹതയും പ്രിവിലേജും ഈ നാട്ടിൽ കിട്ടുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതിൻ്റെ കാരണക്കാർ നിങ്ങൾ തന്നെയല്ലേ. നിങ്ങൾ ജാതീയമായി ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കല്ലേ. പൊളിറ്റിക്കൽ ഹിന്ദുത്വയുടെ തലപ്പത്തിരിക്കുന്ന നിങ്ങൾ സത്യത്തിൽ സവർണ ഹിന്ദുയിസത്തിൻ്റെ ആൾക്കാരല്ലേ. ഞങ്ങൾ അതിൻ്റെ അടിമകളായി ഇപ്പോഴും തുടരുകയല്ലെന്ന ചോദ്യം, ആ ചോദ്യം അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യവും ആശയമാണ്. ആ ആശയം ഭൗതിക രൂപം മാറുന്നു കഴിഞ്ഞാൽ പിന്നെ സംഘപരിവാർ എന്ന് പറയുന്ന സംഗതിയില്ല. അതാണ് വേടൻ കൊണ്ടുവരുന്ന കാര്യം. അതാണ് ഇത്രയധികം ഇവരെ ചൊടിപ്പിക്കുന്നത്. കാരണം ഈ വേടൻ പറയുന്നത്, ഞാൻ പാണനല്ല, പറയാനല്ല, നീ തമ്പുരാനുമല്ല എന്ന് പറയുന്ന സംഗതി ആളുകൾ ഏറ്റെടുക്കുന്നു. ആ പാട്ട് ആളുകൾ പാടി നടക്കുന്നു. ഇപ്പോൾ നമ്മളിവിടുത്തെ അങ്ങാടി പോയാലും കടകളിൽ പോയപ്പോലും അവിടെ വെച്ചിരിക്കുന്ന പാട്ടുകൾ വേടൻ്റെ പാട്ടുകളാണ്. അത് ചെറുപ്പക്കാരത് കൊണ്ടു നടക്കുന്നു. ജാതീയത എന്ന് പറയുന്ന ആശയം ഈ നാട്ടിൽ വലിയ പ്രശ്നമാണ് എന്ന്, ആളുകൾ ഈ പറയുന്ന വിഭാഗീയത അനുഭവിക്കുന്നുണ്ട് എന്നുള്ള പാട്ട് ഒരു വശത്ത് കേൾക്കുന്നു. ആ പാട്ട് കേട്ടുകൊണ്ടിരിക്കെ തന്നെ ജാതീയതയുമായി ബന്ധപ്പെട്ട വാർത്തകൾ കാണുന്നു. ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ പറയുന്ന ആളുകൾ, ഇപ്പോൾ സംഘപരിവാറുകാർ പറയുന്നത് ഒരു ജാതീയതയില്ല, ജാതീയത എല്ലാം നശിപ്പിച്ച് കളഞ്ഞാണ്, ഒരു ജാതീയത ഇവിടെ ഇല്ല എന്നാണ്. അതേസമയം നമ്മൾ നിരന്തരമായിട്ട് ഈ പറയുന്ന ദുരഭിമാന കൊലകളെക്കുറിച്ച് കേൾക്കുന്നു. ജാതി മാറിപ്പോയതിൻ്റെ പേരിൽ നമ്മൾ
കെവിൻ്റെ ഒക്കെ കേസുകൾ നമുക്ക് മറന്നുപോയിട്ടുള്ള കേസുകളാണ്. ഈ ജാതി തെറ്റായിപ്പോയത്, വേറെ ആയിപ്പോയതിൻ്റെ പേരിൽ മാത്രം ആളുകൾ ആക്രമിക്കപ്പെടുന്നു, കൊലയപ്പെടുന്നു. ഇന്ത്യയിൽ എത്രമാത്രം സംഭവങ്ങൾ നടക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് ദലിത് പെൺകുട്ടിയെ 11 വയസ്സുകാരിയെ കൊന്നത് നമ്മൾ കാണുന്നത്. അതിലെ പ്രതികളെ രക്ഷപ്പെടുത്താൻ പോകുന്നു പറഞ്ഞ് വലിയ പ്രതിഷേധം ഇന്ത്യയിൽ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ജാതീയമായ പ്രശ്നങ്ങൾ ഇന്ത്യയിലുണ്ട്. അതെല്ലാം ഇല്ലാതായി നമ്മളെല്ലാവരും ഒറ്റക്കായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഒരേ തട്ടിലായിരിക്കുന്നോ? നമുക്ക് എല്ലാവർക്കും ഒരേ സ്ഥലത്തു നിന്ന്. അഹമ്മദാബാദിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, അതായത് ഒരു കടയിൽ പോയി കടയുടമസ്ഥൻ സവർണനാണ്, ദലിതനായ മനുഷ്യൻ സാധനം വാങ്ങിക്കാൻ നിൽക്കുകയാണ്. കടയുടമസ്ഥൻ്റെ മകൻ കൈ ഉയർത്തി ഒരു ലെയ്സോ പാക്കറ്റോ മറ്റോ പൊട്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെ സഹായിക്കണോ ബേട്ട എന്ന് അയാൾ ചോദിച്ചു. ബേട്ട, സവർണനായ ആളുടെ മകനെ ദലിതനായ മനുഷ്യൻ ബേട്ട എന്ന് വിളിച്ചു. അതിൻ്റെ പേരിൽ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. അയാൾ 6 ദിവസം ആശുപത്രിയിൽ കിടന്ന് മരിച്ചുപോയി. അത് ചോദിക്കാൻ ഒരു പോലീസുകാരൻ വന്നാൽ പോലീസുകാരൻ തല്ലി, സവർണക്കൂട്ടം ഒരുമിച്ചിട്ട് തല്ലി. ഈ രാജ്യത്ത് നിന്ന് സംഭവിച്ചു. അപ്പോൾ എന്നിട്ട് ഇപ്പോൾ പറയുകയാണ് ജാതി ഇല്ലയെന്ന്. അപ്പോൾ ജാതി ഉണ്ട് എന്ന യാഥാർത്ഥ്യത്തെ എടുത്ത് മുന്നിലേക്ക് വെക്കുന്നതോടെ നാം എല്ലാവരും ഹിന്ദു തുറന്ന ആശയം പൊളിയാണ്. അതിലുള്ള ഭയപ്പാടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളൊക്കെ എല്ലായിടത്തും കാണാം, എല്ലാ വാർത്തകളുടെയും കമൻറ്റിൽ കാണാം. പിന്നെ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടെ പരിപാടിയിൽ അമ്മയുടെ ചിത്രം കൊണ്ട് കൊടുക്കുന്നതൊക്കെ അത് ഓക്കെ, അത് കൊണ്ട് കൊടുക്കണ്ടായിരുന്നു, അതൊക്കെ വേറെ തന്നെ കാര്യമാണ്. അതിനടിയിലും പോയി വേടൻ്റെ പരിപാടിയിൽ എവിടെയെങ്കിലും ഒരു മുസ്ലിം സിമ്പൽ എവിടെയെങ്കിലും കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ജിഹാദി സ്പോൺസേഴ്സാണ് എന്ന് പറയാൻ ശ്രമിക്കുകയാണ്. അത് വേടനെ ഒരു മുസ്ലിം പ്രോജക്റ്റാക്കി അവതരിപ്പിച്ചുകൊണ്ട് അതിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാലോചിക്കുകയാണ്. പക്ഷേ ഉറപ്പായിട്ടും പൊളിയും. കാരണം വേടൻ പറയുന്നത് ഏറ്റവും അടിസ്ഥാനവർഗ്ഗക്കാരായ മനുഷ്യരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളാണ്. അത് അനുഭവിക്കുന്ന മനുഷ്യർക്ക് അത് ഫീൽ ചെയ്യും. അതിന് മേലെ കൂടി ജാതിയില്ല, മതമില്ല, എല്ലാം നമ്മൾ ഒന്നായിരിക്കുന്നു, നരേന്ദ്രമോദിജി നമ്മളെല്ലാവരും ഒന്നിച്ചിരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതങ്ങനെയല്ല എന്ന്. ഓരോ നിമിഷത്തിലും ജാതിയെ ഞങ്ങൾ അനുഭവിക്കുന്നു എന്ന് പറയുന്ന മനുഷ്യരുണ്ട്. ആ മനുഷ്യരാണ് വേടൻ അഡ്രസ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് അത്ര എളുപ്പമായിരിക്കില്ല ഈ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന ഈ ചീത്തവളി അല്ലെങ്കിൽ AI ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കുന്ന വേടൻ വിരുദ്ധ പാട്ട്. ഇതുകൊണ്ടൊന്നും മറികടക്കാൻ കഴിയുന്നതല്ല അയാൾ കൊണ്ടുവരുന്ന ആശയപരിസരം. അത് കേരളത്തിന് പുറത്തേക്ക് കൂടി വ്യാപിപ്പിക്കാൻ പോകണം. അയാളെ ഏറ്റെടുക്കാൻ തമിഴ്നാട് പോലെയുള്ള സ്ഥലങ്ങളിൽ വലിയ ദ്രാവിഡ ആശയങ്ങൾ, രാഷ്ട്രീയ മത്സരം കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വേടൻ കുറച്ചുകൂടി വലുതാവുന്നതാണ്. ഞാൻ വേടൻ എന്ന വ്യക്തിയല്ല, വേടൻ മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്സിന് ഇന്ത്യയിൽ വലിയ സാധ്യതയുള്ള ഒന്നാണ്. ഒരുപക്ഷെ ഇപ്പോഴും മറ്റ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും കഴിയാത്ത ബ്ലോക്കേഡ്സ്, തടസ്സങ്ങൾ, പ്രതിരോധങ്ങൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പടർച്ചയ്ക്ക് അയാൾ ഉണ്ടാക്കുന്നുണ്ട്. അത് ശുഭകരമാണ്. ജിംസ്, എന്തുകൊണ്ടായിരിക്കും വലിയ തോതിലുള്ള ജനപ്രീതിത്വത്തിൻ്റെ പരിപാടികൾ ഉയരുമ്പോഴും ഈ രീതിയിലുള്ള ആക്രമണം തുടരുന്നത്? അതായത് ഈ തോൽ തിരുമാളവൻ അദ്ദേഹത്തെ വീഡിയോ കോൾ ചെയ്യുന്നൊരു വീഡിയോ സേഫ് കണ്ടിട്ടുണ്ടാവും വേടനെ. അതിൽ തിരുമാളവൻ പറയുന്നൊരു കാര്യം, ഞങ്ങൾ 10, 35, 40 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം നീ 3 മിനിറ്റ് ഒരു പാട്ടിലൂടെ പറയുന്നു. അത് വേടൻ പറയുന്ന രാഷ്ട്രീയത്തിൻ്റെ പെനിട്രേറ്റിംഗ് പവറാണ് കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ വേടൻ RSSന് എതിരെന്തെങ്കിലും സംസാരിക്കാറുണ്ടോ? BJPക്ക് എതിരെന്തെങ്കിലും സംസാരിക്കാറുണ്ടോ? അദ്ദേഹത്തിൻ്റെ പാട്ടിൽ അങ്ങനെ എന്തെങ്കിലും പൊളിറ്റിക്കൽ ടോൺ ഉണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയല്ല വിമർശിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണ്? ജാതിയെക്കുറിച്ചാണ്. ഈ ജാതിയെക്കുറിച്ച് ജാതിയുണ്ട് എന്നും ജാതീയമായ ഓപ്പറേഷൻ നടക്കുന്നുണ്ട് എന്നും പറയുമ്പോൾ, ഒരു റാപ്പർ പറയുമ്പോൾ ആരൊക്കെയാണ് അസ്വസ്ഥരാകുന്നത്? അസ്വസ്ഥരാകുന്നത് RSS മാത്രമാണ്, വേറെ ആർക്കും പ്രശ്നമൊന്നുമില്ല. എന്തുകൊണ്ടാണ് ജാതിയെ പറ്റി പറയുമ്പോൾ RSSനെ വിമർശിച്ച് പാട്ടൊന്നും ഇറക്കിയിട്ടില്ല വേണം. RSS എന്ന വാക്കോ BJP എന്ന വാക്കോ ഒന്നും പറയുന്നില്ല. മോദിയെക്കുറിച്ച് പോലും പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. മോദി എന്നുള്ള പേര് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്, ഇല്ല. അപ്പോൾ ആരെപ്പറ്റി അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് ജാതിയെക്കുറിച്ചാണ്. അപ്പോൾ ജാതിയെക്കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് RSS അസ്ത്രമെന്ന്? ഇന്ന് രാവിലെ ഞാൻ വാട്സപ്പിൽ നോക്കുമ്പോൾ RSSൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വേടനെതിരെ ഒരു AI ടൂൾ ഉപയോഗിച്ചൊരു റാപ്പ് ഉണ്ടാക്കി ഇറക്കിയിരിക്കുകയാണ് അവർ. നാടൻ എന്നാണ് പേര്. അപ്പോൾ അതിലെ വരികൾ ഭയങ്കര രസമാണ്. വേട, ഇത് നമ്പർ 1 കേരള മാട, കേൾക്കണേ. ജാതിക്കെതിരെ പോരാടിയ ശ്രീനാരായണ ഗുരുവിൻ്റെ നാടാടാ, നീ പിന്നെ എങ്ങനെ ഒരു ഫ്രോഡായടാ, പറയടാ വേട. ഇതാണ് ഒരു റാപ്പ്. അപ്പോൾ ഇതിലെന്തൊക്കെയാ ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് പ്രത്യേകം ശ്രദ്ധിക്കണേ, അത് കമ്മികൾ ഉണ്ടാക്കി എന്ന മട്ടിലാണ്. അതായത് നമ്പർ 1 കേരളം. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് നമ്പർ 1 കേരളമാട. ഓക്കെ, അപ്പോൾ ഇത് RSSൻ്റെ ഗ്രൂപ്പിൽ പ്രചരിപ്പിക്കുന്ന സാധനം എന്ന് സുഹൃത്ത് അയച്ചതെന്നാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു വിഷയമുണ്ട്, ഒരു സോഷ്യൽ ഇഷ്യൂ ഉണ്ട്. ആ ഇഷ്യൂ ഒരാൾ ഉയർത്തുകയാണ്. അത് പരിഹരിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? അങ്ങനെ ഒരു വിഷയമുണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കണം. കേരളത്തിൽ ജാതി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്പർ 1 കേരളമാണ്, ഇവിടെ അങ്ങനെ ഉണ്ടാവില്ല, ശ്രീനാരായണ ഗുരുവിൻ്റെ കാലത്തുണ്ടായ സാധനമാണ്, ഇവിടെ ജാതി എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. അതേസമയം ഒരാൾ പറയാണ് ഇവിടെ ജാതി ഉണ്ടെന്ന് പറയുമ്പോൾ അത് ഉണ്ട് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ അതിന് ആ പ്രശ്നം പരിഹരിച്ചു, പിന്നെ അത് ഇല്ലാതാക്കിയാൽ മതി. അപ്പോൾ ഈ കേരളത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് സവിശേഷമായി കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ കാണണം കേട്ടോ. ഇപ്പോൾ വേടന് തമിഴ്നാട്ടിലോ ഒരുപക്ഷെ നോർത്ത് ഇന്ത്യയിലോ പോലും വലിയ തോതിലുള്ള സ്വീകാര്യത കിട്ടും. കുറഞ്ഞ പക്ഷം സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ അദ്ദേഹത്തിന് നല്ല സ്വീകാര്യത കിട്ടും. പക്ഷേ കേരളത്തിൽ കിട്ടാത്തതിൻ്റെ കാരണം, കേരളത്തിൽ ഈ എതിർപ്പ് വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഇത് ഞാൻ ഒരു സംഘപരിവാർ ഇഷ്യൂ ആയിട്ട് മാത്രമല്ല പറയുന്നത്. ഇത് RSSന് മാത്രം പ്രശ്നമല്ല. പൊതുവെ ഉത്ബുദ്ധർ എന്ന് പറയുന്ന മലയാളികൾ കേരളത്തിൽ ജാതി ഉണ്ടെന്ന് സമ്മതിക്കില്ല.
നമുക്കെവിടെ ജാതി? ഞങ്ങൾ അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാറുണ്ടല്ലോ, ഞങ്ങൾ അവരുടെ കല്യാണത്തിന് പോകാറുണ്ടല്ലോ. ഞങ്ങൾ വേടൻ്റെ അമ്മയെ 3 മാസം വീട്ടിൽ താമസിപ്പിച്ചല്ലോ. കോവിഡ് കാലത്ത് 3 മാസം എൻ്റെ വീട്ടിലായിരുന്നല്ലോ. ഇതൊക്കെ അഭിമാനത്തോടെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം? ഇപ്പോൾ മെഹ്റൂജയുടെ സംഭവം തന്നെ എടുത്തില്ലേ? മെഹ്റൂജ കാണിച്ചതിലെ പ്രശ്നം എന്താണെന്ന് മെഹ്റൂജയ്ക്ക് മനസ്സിലാവില്ല. മെഹ്റൂജ ചെയ്തത് നല്ലതാണ് എന്ന് പറയുന്ന ആളുകൾക്ക് മനസ്സിലാവില്ല എന്താ പ്രശ്നം എന്നുള്ളത്. എന്തായാലും ഒരു പ്രശ്നം. ഇപ്പോൾ വേടൻ്റെ അമ്മയുടെ ഒരു ചിത്രം മെഹ്റൂജ എടുത്തുകൊണ്ട് ഫ്രെയിം ചെയ്ത് കൊടുക്കുന്നു. അവിടെ മെഹ്റൂജയ്ക്ക് വേടനും അമ്മയും തമ്മിലുള്ള ബന്ധം അറിയില്ല. മെഹ്റൂജയ്ക്ക് വേടൻ്റെ അമ്മ ആരാണെന്നറിയില്ല. മെഹ്റൂജയ്ക്ക് വേടൻ എങ്ങനെയാണ് ജീവിച്ചതെന്നറിയില്ല. വേടൻ്റെ കൗമാരത്തെക്കുറിച്ചോ ബാല്യത്തെക്കുറിച്ചോ അവൻ കടന്നു വന്ന വഴികളെക്കുറിച്ചോ മെഹ്റൂജയ്ക്ക് അറിയില്ല. ആ ഒരു വീഡിയോയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കറിയില്ല. ഇതിന് പിന്നിൽ ഒരുപാട് വികാര പ്രപഞ്ചങ്ങളുണ്ട്. വേടൻ എന്തുകൊണ്ടാണ് അസ്വസ്ഥനായി കരയുന്നത്? എന്തിനാണ് ആ ഫോട്ടോ കാണുമ്പോൾ? അമ്മയുടെ ഫോട്ടോ വേടൻ കാണാത്തതുകൊണ്ടാണോ? അമ്മയെ വേടൻ കുറേ നാളായിട്ട് കാണാത്തതുകൊണ്ടാണോ? അല്ല, അതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങളൊന്നും അറിയാതെയാണ് നമ്മളതിനെ ഭയങ്കരമായിട്ട് പുകഴ്ത്തി പാടുന്നത്. മലയാളികൾക്ക് അറിയാത്ത അത് വേറൊരു പ്രശ്നമാണ്. അത് ജാതിയായിട്ട് മാത്രം ബന്ധപ്പെട്ട പ്രശ്നമല്ല. മനുഷ്യരുടെ പ്രൈവറ്റ് സ്പേസിൻ്റെ ബൗണ്ടറി എവിടെയാണ് എന്നതിനെക്കുറിച്ച് മലയാളിക്ക് ഒരു ധാരണ, മലയാളിക്ക് മാത്രമല്ല പൊതുവേ ഒരു ഏഷ്യൻ കൾച്ചറിൻ്റെ ഭാഗമാണ് അത്. എവിടെയാണ് നമ്മുടെ പേഴ്സണൽ ബൗണ്ടറി? എവിടെ വരെ നമുക്ക് പോകാം? എവിടെയാണ് അത്? ആ ചിത്രം കൊടുക്കുന്നതിന് തെറ്റൊന്നുമില്ല, പക്ഷെ അതൊരു പ്രൈവറ്റായിട്ട് കൊടുക്കുമായിരുന്നു നല്ലത്. ആ ഒരു പബ്ലിക് പ്ലേസ്. അതുകൊണ്ടാണ് ആ വേടൻ അസ്വസ്ഥനായി കരയുന്നത് കണ്ടില്ലേ? അത് അസ്വസ്ഥനാവുന്നത് എന്തുകൊണ്ടാണ്? അതർവൈസ് മരിച്ചുപോയ ഒരു അമ്മയുടെ ഫോട്ടോ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരാൾ കൊണ്ടുവന്ന് വരുമ്പോൾ സന്തോഷമല്ലേ ഉണ്ടാവേണ്ടത്? അയാൾ അസ്വസ്ഥനാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മലയാളികൾ പൊതുവെ മനസ്സിലാക്കണം. മറ്റൊരു കാര്യം, വേടൻ്റെ അമ്മ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു എന്ന് പരസ്യപ്പെടുന്ന ഏതോ ഇൻ്റർവ്യൂവിൽ ഏതോ വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു. അതിലൊരു പ്രശ്നമുണ്ട്. അത് ഒരുതരം രക്ഷകർത്തൃത്വ ബോധമാണ്. ആ രക്ഷകർത്തൃത്വ ബോധം ഡയറക്റ്റ്ലി ലിങ്ക് ടു ജാതി. അത് നമ്മൾ മനസ്സിലാക്കണം. അതായത് വേടൻ നീ എത്ര ഫേമസ് ആയാലും നിൻ്റെ അമ്മ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ മറ്റൊരു അർത്ഥം. അപ്പോൾ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളാണ്. പക്ഷേ സംഘപരിവാർ അവിടെയും ശ്രമിക്കുന്നത് എന്താണ്? സംഘപരിവാറിൻ്റെ ഒരു വേടൻ പ്രൊജക്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, വേടൻ എന്ന് പറയുന്ന ഒരു ദളിത് സമുദായത്തിൽപ്പെട്ട ഒരു റാപ്പർ, അയാൾ ഒരിക്കലും അയാളുടെ കഴിവ് കൊണ്ടോ പൊതുജന പിന്തുണ കൊണ്ടോ പ്രശസ്തനാവുകയോ വളർന്നു വരികയോ ചെയ്ത ആളല്ല. പകരം അയാളുടെ പിന്നിൽ ഒരു ഗൂഢാലോചനാ ശക്തിയുണ്ട്, അയാളുടെ പിന്നിൽ സ്പോൺസർമാരുണ്ട്, അയാൾക്ക് പണം കൊടുക്കുന്ന വലിയ ഗൂഢശക്തികളുണ്ട് എന്ന് പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയും ജാതിയുണ്ട്. മനസ്സിലാവുണ്ടോ? ഒരിക്കലും അല്ലാത്ത പക്ഷം ഒരു ദളിതന് അവൻ്റെ റാപ്പ് സോങ് കൊണ്ടോ അല്ലെങ്കിൽ അവൻ്റെ സംഗീതം കൊണ്ടോ പോപ്പുലർ ആവാൻ കഴിയില്ല എന്നുകൂടിയാണ് പറഞ്ഞു വയ്ക്കുന്നത്. നിങ്ങളുടെ പിന്നിൽ എന്തുണ്ട്? പർദ്ദയിട്ട ആൾക്കാരും അല്ലെങ്കിൽ മറ്റവന്മാരുണ്ട്, അവർ ഫണ്ട് തരുന്നുണ്ട്, അവരാണ് ഇതിൻ്റെ പിന്നിൽ. ഇത് ഒരു വ്യാപകമായ നറേറ്റീവ് സൃഷ്ടിക്കുകയാണ്. പക്ഷേ ഈ നറേറ്റീവ് കേരളത്തിൽ വില പോകാൻ പോകുന്നില്ല. എന്താണ് അതിൻ്റെ കാരണം? അത്രമാത്രം ഈ വേടൻ്റെ പെനിട്രേറ്റിംഗ് പവർ, പുതിയ തലമുറയിലേക്കുള്ള പെനിട്രേറ്റിംഗ് പവർ കൂടുതലാണ്. ഇതൊരു പക്ഷേ ഈ നറേറ്റീവ് 10 വർഷം മുമ്പ് വരെ വിജയിച്ചേനെ. 10 വർഷം മുമ്പ് വരെ ഈ ഒരു നറേറ്റീവ് RSSൽ നിന്ന് മാത്രമല്ല പൊതു ഇടങ്ങളിൽ നിന്ന് ജാതിക്കെതിരെ ആരെങ്കിലും സംസാരിക്കുകയോ ജാതി ഉണ്ട് എന്ന് പറയുകയോ അല്ലെങ്കിൽ അവിടെ അയിത്തം ഉണ്ടെന്ന് പറയുകയോ അൺടച്ചബിലിറ്റി ഉണ്ടെന്ന് പറയുകയോ ചെയ്യുമ്പോൾ കേരളത്തിലോ എന്ന് അത്ഭുതപ്പെടുന്ന ആളുകൾ 10 വർഷം വരെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇനി അത് വിലപ്പോയില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പുതിയ തലമുറ ഇതിനെ വേറൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ കാണാൻ തുടങ്ങിയിരിക്കുന്നു. ജാതി എത്രമാത്രം ആധുനിക യുഗത്തിൽ എത്രമാത്രം പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു സോഷ്യൽ സിസ്റ്റമാണ് എന്ന് പുതിയ തലമുറ പഠിക്കുകയാണ്. ആ പഠിപ്പിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായമല്ല എന്നുള്ളതാണ് മറ്റൊരു വിരോധാഭാസം. അവർ പഠിക്കുന്നത് വേറെ തരത്തിലാണ്. ഇപ്പോൾ ജാതിയെക്കുറിച്ച് എത്രയോ ആളുകൾ, ഇപ്പോൾ അംബേദ്കർ മുതൽ എഴുതി തുടങ്ങിയിട്ടുണ്ട്, എത്രയോ പേർ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ സ്വീകാര്യത എത്രയാണ്? അംബേദ്കറെ തന്നെ ആളുകൾ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര ആളായി? 2014 ശേഷമാണ്. അതായത് ഭരണഘടനയ്ക്ക് പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് അംബേദ്കറാണ് നല്ലത്, അംബേദ്കർ കൊള്ളാം എന്ന് പറയുന്നത് ഭരണഘടനയിലെ ആളുകൾ കൈവയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ്. പക്ഷേ ഭരണഘടന മാത്രമല്ല അംബേദ്കറുടെ ഇഷ്യൂ. അംബേദ്കർ ഉയർത്തിയ ഇഷ്യൂ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് കൂടിയാണ്, ജാതി നിർമ്മാർജ്ജനമാണ്. അപ്പോൾ ഈ ജാതിയെക്കുറിച്ച് ഇതുവരെ ഈ സ്വതന്ത്ര ഇന്ത്യയിൽ ഇതുവരെ പറഞ്ഞിരിക്കുന്ന, എഴുതുകയും പറയുകയും പാടുകയൊക്കെ ചെയ്ത ആളുകളെക്കാൾ കൂടുതൽ വേടൻ സ്വീകാരനാവുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ വേടനെ കേൾക്കുന്ന തലമുറ ഇതിനെ വേറൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ കാണാനും ഇതൊരു ആധുനിക യുഗത്തിൽ 21ാം നൂറ്റാണ്ടിൽ ഇതൊരു വലിയ സോഷ്യൽ ഈവിളാണ്, ഇത് തുടച്ചു നീക്കപ്പെടേണ്ടതാണ് എന്നൊരു തോന്നൽ പുതിയ തലമുറയിൽ ഉണ്ടാവുകയും ചെയ്തിരിക്കും. ഈ സ്വീകാര്യതയാണ് യഥാർത്ഥത്തിൽ RSSന് പിറകിൽ പിടിപ്പിക്കുന്നത്. പക്ഷേ RSS ചെയ്യുന്ന കാര്യങ്ങളെല്ലാം RSS ഇപ്പോൾ ഞാൻ പറഞ്ഞ AI പാട്ട് ഉൾപ്പെടെ വേടൻ്റെ പിറകിൽ മറ്റാരൊക്കെയുണ്ട് എന്ന് പറയുന്നത് ഉൾപ്പെടെ അതൊക്കെ അവരെ സ്വയം എക്സ്പോസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. RSSൻ്റെ ജാതി വിരുദ്ധത, RSSന് ജാതി വിരുദ്ധതയില്ല എന്നും ജാതിയെ മറച്ചു വയ്ക്കുകയാണ് RSS ചെയ്യുന്നു എന്നുള്ള കാര്യം എക്സ്പോസ് ചെയ്യപ്പെടുകയാണ് എതിർപ്പിലൂടെ ഉണ്ടാകുന്നത്. ഇത് ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ ജാതിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ജാതി ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ജാതി എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാകും. കാരണം നമ്മൾ സമുദ്രത്തിൽ മത്സ്യങ്ങൾ കിടക്കുന്ന പോലെ നമ്മൾ ജാതിയാൽ നിറഞ്ഞു കിടക്കുന്ന ഒരു സോഷ്യൽ സിസ്റ്റത്തിൽ ജീവിക്കുന്നവരാണ്. നമ്മുടെ ഉള്ളിലൊക്കെ ഇത് ഇൻഫിൽട്രേറ്റ് ചെയ്യും. പക്ഷേ അതിനെ സ്വയം തിരിച്ചറിയുകയും നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ സംസാരങ്ങളിൽ എല്ലാം അതിനെ ഒഴിവാക്കി നിർത്താനുള്ള നിതാന്ത ജാഗ്രത പുലർത്തുകയും ചെയ്യണം. ഇത് നമ്മളാരും
ഇപ്പോൾ ജാതീയത പ്രകടിപ്പിക്കുന്നതെല്ലാം എല്ലാവരും ജാതിയെ പിന്തുണയ്ക്കുന്നതുകൊണ്ടാവണമെന്നില്ല. ജാതി എതിർക്കുന്നവർ പോലും ഒരു പക്ഷേ ജാതീയത പ്രകടിപ്പിക്കാം. അതിൻ്റെ കാരണം നമ്മൾ അങ്ങനെ ഒരു സോഷ്യൽ സിസ്റ്റത്തിൽ ജീവിക്കുന്നതാണ്. പക്ഷെ നമ്മൾ ഒരു വ്യക്തി എന്ന നിലയിൽ, വ്യക്തികളും സമൂഹങ്ങൾ എന്ന നിലയിലും കമ്മ്യൂണിറ്റി എന്ന നിലയിലും നമ്മൾ നിതാന്തമായ ജാഗ്രത പുലർത്തണം. അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന ജാതി വിരുദ്ധത എന്ന് പറയുന്നത് ഒരുപക്ഷെ കാപട്യമായി പോകും എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും ജാഗ്രത പുലർത്തേണ്ട ഒരു കാര്യം കൂടിയാണ്. ശരി, വേടൻ്റെ കാര്യത്തിൽ വീണ്ടും നമ്മുടെ സമൂഹത്തിന് വീഴ്ചകളോ പാകപ്പിഴകളോ സംഭവിക്കുമ്പോൾ ഈ പരിഷ്കാരത്തിനിടയിലും പുരോഗമനത്തിനിടയിലും ജാതീയത എവിടെയും പോയിട്ടില്ല എന്ന് തെളിയിക്കുക കൂടിയാണ്.